Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഇൻ്റഗ്രേഷൻ ആണ്. S1 ഫിസിക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂൾ, അതേപോലെ തന്നെ S1 കെമിസ്ട്രിയുടെ ഫോർത്ത് മോഡ്യൂൾ. അതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സിലബസിൽ ഫിസിക്സ് പഠിക്കാനുള്ളത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, റിഡക്ഷൻ ഫോർമുല, ഇൻഫിനിറ്റ് ആൻഡ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്, integral inequalities, applications of integration, finding area, volume, etc. കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇൻ്റഗ്രേഷൻ നിങ്ങൾ +2 പഠിച്ചതാണ്. അവിടെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആദ്യമേ ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എഴുതി പഠിക്കണം. അതായത് +2 പഠിച്ചതും ഒക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. ഇൻ്റഗ്രേഷന്, ഡിഫറൻസിയേഷന്, ട്രിഗ്നോമെട്രി, ഈ മൂന്നെണ്ണത്തിൻ്റെ കംപ്ലീറ്റ് ഇക്വേഷനും എഴുതി വെക്കണം. എന്നിട്ട് അത് പഠിക്കണം. എന്നിട്ട് മാത്രമേ ഇത് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ ഇക്വേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. x⁻n ഇൻ്റഗ്രൽ x⁻n+1/n+1. പിന്നെ എല്ലായിടത്തും ഒരു +c ഉണ്ട്. ഞാൻ പറയുന്നില്ല, എല്ലായിടത്തും +c എഴുതണം. 1/x ഇൻ്റഗ്രൽ ലോഗ് മോഡ് x, e⁻x ഇൻ്റഗ്രൽ e⁻x, a⁻x ഇൻ്റഗ്രൽ a⁻x/log a, sin x മൈനസ് cos x, cos x sin x, sec2x tan x. അതായത് നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചില്ലേ, sin x ഡെറിവേറ്റീവ് cos x, tan x ഡെറിവേറ്റീവ് sec2x, ആ രീതിയിൽ തിരിച്ചു വെക്കുക. sec x tan x ഇൻ്റഗ്രൽ sec x, cosec സ്ക്വയർ x മൈനസ് cot x, cosec x cot x മൈനസ് cosec x. ഇനി അടുത്തത് ഇൻ്റഗ്രൽ 1/√1 - x², അതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇനിയും ഇൻ്റഗ്രൽ 1/1 + x², അതിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇനി ഇൻ്റഗ്രൽ 1/x × √x² - 1, അത് സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇനി ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ്, കോട്ടക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ്, സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ് + ടാൻ എക്സ്, കൊസീക്ക് എക്സിൻ്റെ ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടക്സ്. ഇനി നമുക്കറിയാം, രണ്ട് ഫംഗ്ഷൻ്റെ സമ്മോ ഡിഫറൻസോ ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രൽ കൊടുക്കാം. പിന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിനകത്ത് പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. ഇൻ്റഗ്രൽ ഓഫ് 2 ഫംഗ്ഷൻ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കി. ഇൻ്റഗ്രൽ x + sin x dx, അപ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കൊടുക്കുക. ഇൻ്റഗ്രൽ x dx പ്ലസ് ഇൻ്റഗ്രൽ sin x dx. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 മൈനസ് കോസ് എക്സ് പ്ലസ് സി, എല്ലാത്തിൻ്റെ ഇവിടെ ഒരു +c എഴുതാം. ഓക്കെ, x³ മൈനസ് കോസ് എക്സിൻ്റെ x⁻⁴/4 മൈനസ് sin x, x³ മൈനസ് 1/x². അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പം x മൈനസ് x1/x², അതിൻ്റെ ഇൻ്റഗ്രലാവും. അത് x²/2 പ്ലസ് 1/x പ്ലസ് c ആവും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് പ്ലസ് കോട്ടക്സ്. അപ്പോൾ കൊസീക്ക് എക്സ് ഓരോരുത്തർക്ക് കൊടുക്കുമ്പം കൊസീക്ക് സ്ക്വയർ എക്സ് കൊസീക്ക് എക്സ് കോട്ടക്സ്, അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്തൊക്കെ, പ്രോഡക്റ്റ് റൂൾ, ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ്, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ആ രീതി ചെയ്തു. ഇനി നോക്കി, ഇവിടെ നോക്കി, ഇങ്ങനൊരു ഐലേറ്റ് എന്നും പറഞ്ഞൊരു ഇതുണ്ട്. ഐലേറ്റ് അതായത് ഇൻവേഴ്സ്, ലോഗരിതമിക്, ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, എക്സ്പോണൻഷ്യൽ, ഈ ഓർഡറേ വരാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ x² log x വരുവാണെങ്കിൽ, x² എന്ന് വെച്ചാൽ എന്താ, ഓൾജിബ്ര, ലോഗ് എന്തുവാ, ഈ രണ്ടാമത്തത്. അപ്പോൾ ലോഗ് കഴിഞ്ഞിട്ടേ ഓൾജിബ്ര വരാം. അപ്പോൾ എന്താണെന്നറിയാം, ഇതിനെ തിരിച്ചെഴുതണം. ഇൻ്റഗ്രൽ log x × x² dx, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. ഇനി log x ചെയ്തേക്കുന്നുണ്ടോ,
ലോഗ് എക്സിനെ നമ്മൾ ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് എഴുതിയിട്ട് പിന്നെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഒന്ന് പഠിച്ചു വെച്ചോണം. എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ആണ്. പിന്നെ സൈൻ 2x ആകുമ്പോൾ മൈനസ് കോസ് 2x/2. ഇനി ഇൻ്റഗ്രൽ എക്സ് ഇ റൈസ് ടു എക്സ് അത് പഠിക്കുക പ്രോഡക്റ്റ് റൂൾ വെച്ച്. എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ആണ്. അങ്ങനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. കുറേ റിസൾട്ടുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബൈ ഹാർട്ട് ചെയ്യാൻ. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് ആണ്, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് ആണ്. പിന്നെ ഇവിടെ കുറച്ചുണ്ട് 1/a² + x² ഇൻ്റഗ്രൽ 1/a tan ഇൻവേഴ്സ് x/a. ഇനി 1/a² - x² ആണെങ്കിൽ 1/2a log a + x/a - x. ഇനി ഇൻ്റഗ്രൽ 1/x² - a² ആണെങ്കിൽ 1/2a log x - a x + a. ഇനി സ്ക്വയർ റൂട്ട് വരുന്ന ഇൻ്റഗ്രൽ 1/√a² + x² ആണെങ്കിൽ log mod x + √a² + x². ഇനി 1/√a² - x² ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് x/a. ഇനി ഇൻ്റഗ്രൽ 1/√x² - a² ആണെങ്കിൽ ലോഗ് മോഡ് ഈ രീതി നോക്കുക x + √x² - a². ഇതെല്ലാം +2 പഠിച്ചതാണ്, അന്നേരം നിങ്ങൾ കാണാൻ പഠിച്ചതാണ്. അതേപോലെ തന്നെ ഇത് കുറേ പ്രാവശ്യം എഴുതി ഇത് കാണാതെ പഠിക്കണം. ഇൻ്റഗ്രൽ √a² + x², x/2 √a² + x² a²/2 log mod x + √a² + x². അങ്ങനെ ഈ ഇക്വേഷൻസ് എല്ലാം ഇവിടെ പഠിക്കണം. മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട്, പല മെത്തേഡുണ്ട്. ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ സൈൻ 2x ഇൻ്റഗ്രൽ, ഇപ്പോൾ സൈനിൻ്റെ എന്തോ മൈനസ് കോസ്, അപ്പോൾ മൈനസ് കോസ് 2x/2 ആണ്. നമ്മൾ ഡെറിവേറ്റീവ് ആകുമ്പോൾ ഇൻറ്റു ആണ്, ഇൻ്റഗ്രലാണെങ്കിൽ ഡിവൈഡ് ബൈ ചെയ്യുന്നത്. ഇഫ് ദ ഇൻ്റഗ്രൻറ്റ് കണ്ടെയ്ൻസ് എ ലൈൻ ആസ് എ എക്സ്പ്രഷൻ ഓഫ് എക്സ് then assume it as x itself, integrate and divide by the derivative of that expression. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. മെത്തേഡ് 2 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ഇൻ്റഗ്രൽ x² + a² the whole raised to 7 into x dx. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് x² + a² t എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് 2x dx, അതിനെ dt എന്ന് വിളിച്ചു. ഇനി നമുക്കിവിടെ എന്തോ x dx അല്ലേ, x dx എന്ന് വെച്ചാൽ dt/2. അപ്പോൾ ഇത് മാറി എന്തോ ഇത് t⁻7 dt/2. അപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് ഈ t⁻8 tയുടെ സ്ഥാനത്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാൽ ഇവിടെ എല്ലാം ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉണ്ട്. ഞാൻ മുമ്പ് ഹൈലൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കണ്ടോ, ലോഗ് എക്സിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ലോഗ് x × 1 വെച്ച് ചെയ്യണമെന്ന്. അപ്പം ആ രീതിയിൽ അത് ചെയ്യണം. ഇനി വേറൊരു ടൈപ്പാണ് ഇൻ്റഗ്രൽ e⁻ax cos bx dx. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഇങ്ങനെയാണ്. അതിനെ i എന്ന് വിളിച്ചിട്ട് നമ്മൾ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് i = എന്ന് പറഞ്ഞ് ആൻസർ എഴുതും. കുറച്ചുകൂടെ മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ നോക്കി. i = ഇതാണ്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടി. സൈൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സിന് എന്തുവാ സൈൻ ഇൻവേഴ്സ് x × 1 എന്ന് ചെയ്യണം. 1 × സൈൻ ഇൻവേഴ്സ് എന്നല്ല, ഹൈലൈറ്റിനകത്ത് i എന്ന് വെച്ചാൽ ഇൻവേഴ്സ് വേണം ആദ്യം, എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ പോലെ ചെയ്യണം. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയപ്പോൾ കണ്ടോ, ലോഗ് a² + x² × 1/x, അങ്ങനെ അത് പ്രോഡക്റ്റ് റൂളായിട്ട് ചെയ്യും. അപ്പോൾ ലോഗരിതം ഫംഗ്ഷൻ വേണം ഇവിടെ ആദ്യം എഴുതാൻ. ഹൈലൈറ്റ് എന്നല്ലേ, അപ്പോൾ ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് ലോഗരിതം വയ്ക്കും.
അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, പ്രോഡക്റ്റ് റൂൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ രീതിയിൽ ചെയ്യണം. നോക്കി, ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ്. അപ്പം നമ്മുടെ ഇത് നോക്കുമ്പോൾ യു വി ആയിട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ്, അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ്, അപ്പോൾ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് എക്സ്. ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. ലോഗ് എക്സിൻ്റെ ഞാനിപ്പം പറഞ്ഞേ ഉള്ളൂ, ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ. എക്സ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് ക്യൂബിനെ കണ്ടോ, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു ആ രീതിയിൽ ചെയ്തിട്ട് എക്സ് സ്ക്വയർ യു ആയിട്ടും എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് അടുത്തതായിട്ടും. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനാണ്. കാരണം ഇവിടെ എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കാം, അപ്പം 2x dx വരുന്നു, ആ എക്സ് കൂടെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് അത് ചെയ്യാം. ഇത് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് ബി എക്സ് പ്ലസ് ടി. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഐ ഈക്വൽ ടു എന്നും പറഞ്ഞ് ചെയ്യുന്നു. പിന്നെ അത് പ്രോഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് ഈ വാല്യൂ ഒന്ന് പഠിച്ചോണം കേട്ടോ. യു വി എന്നിട്ട് ഐ ഈക്വൽ ടു എന്നും പറഞ്ഞ് അത് ചെയ്യുന്നു. അത് പഠിക്കണം കേട്ടോ, ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് റിഡക്ഷൻ ഫോർമുല പഠിക്കുന്നുണ്ട്. റിഡക്ഷൻ ഫോർമുല എന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ യൂസിങ് റിഡക്ഷൻ ഫോർമുല ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ഫസ്റ്റ് ഇവാലുവേറ്റിംഗ് എ സിമ്പിൾ ഇൻ്റഗ്രൽ ആൻഡ് ദെൻ ഇൻ സ്റ്റേജസ് യൂസിങ് ഇറ്റ് ടു ഫൈൻഡ് മോർ ഇൻ്റഗ്രൽസ്. അതായത് നമുക്കിപ്പോൾ IN കിട്ടി, IN-ഉം IN മൈനസും കിട്ടി കഴിഞ്ഞാൽ ബാക്കി കണ്ടുപിടിക്കുക, ആ രീതിയൊക്കെ. അപ്പോൾ ഇവിടെ യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്ട് ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ IN ആൻഡ് IN മൈനസ് 1 വെയർ IN ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു ഹോൾ സ്ക്വയർ dx, ഹോൾ റേസ് ടു n dx, where n is a positive number, and hence evaluate I2 is equal to integral 0 to 1 minus x cube the whole square dx. അപ്പോൾ നമ്മുടെ IN എഴുതി, IN ഇങ്ങനെ എഴുതി. എന്നിട്ട് IN-നെ എന്തോ നോക്കിയേ, ഇവിടെ റേസ് ടു 1 ഇൻറ്റു റേസ് ടു n മൈനസ് 1 ആ രീതിയിൽ എഴുതി. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 ഇൻറ്റു ഇത്, അപ്പോൾ ഇത് കിട്ടി. ഇനി എക്സ് ക്യൂബ് ഇൻറ്റു ഇത്, അത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രൽ എഴുതി. ഇതെന്ന് വെച്ചാൽ IN മൈനസ് 1 ആണ്, പിന്നെ ഇതിൻ്റെ ആണ്. അപ്പം നമുക്ക് ഇത്രയുമാണ് കിട്ടിയത്. അപ്പോൾ IN ഈസിക്കൽ ടു IN മൈനസ് 1 മൈനസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് അത് എക്സ് ക്യൂബിന് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്തോ 3x സ്ക്വയർ എന്നില്ല, അപ്പോൾ എക്സ് സ്ക്വയർ ആയിട്ട് എഴുതും. അപ്പോൾ ഈ എക്സ് ക്യൂബിനെ എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് എഴുതിയിട്ട് എക്സ്, ഇത് എക്സ് ക്യൂബ് മൈനസ് ഇത്, അതിനകത്ത് യു ആയിട്ട് എക്സ് എന്നും വി ആയിട്ട് ഇതെന്നും എടുത്തു. എന്നിട്ട് അവിടെ 1 മൈനസ് എക്സ് ക്യൂബിന് ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടുന്നു. ഇനി അത് ഇക്വേഷൻ 1 ഇങ്ങനെ കിട്ടി. അപ്പോൾ IN ഈസിക്കൽ ടു 3n/3n + 1 ഇൻറ്റു IN മൈനസ് 1. ഓക്കെ, അപ്പോൾ I1 എന്താ 3/4, I2 എന്താ 9/4. അങ്ങനെ നമുക്ക് I2 കണ്ടുപിടിക്കാം. അതേപോലെ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം പറഞ്ഞ രീതിയിൽ അത് ചെയ്യാം കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അടുത്തത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. നമുക്ക് മറ്റൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ IN IN - 1 ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഒരു റെക്കറൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 0 to ∞ x raised to n e raised to -n dx. അതിനെ ഗാമ n+1 എന്ന് ഗാമ എന്നാണ് വിളിക്കുന്നത്. ഗാമ n+1 എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ ആണ്. ഇത് നിങ്ങൾ അടുത്ത സെമ്മുകളിലായിട്ട് ഗാമ ഫംഗ്ഷന് ബീറ്റ ഫംഗ്ഷന് അങ്ങനെ ഫിസിക്സുകാരാണെങ്കിൽ 4th സെമ്മിൽ പഠിക്കുക. സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു മോഡ്യൂളുണ്ട്. അതിനകത്ത് ഗാമ ഫംഗ്ഷനൊക്കെ ഈ ഇക്വേഷൻ പഠിക്കും. ഗാമ 1/2 എന്ന് വെച്ചാൽ √π ആണ്, അത് ഓർത്തോണം. e raised to -∞ എന്ന് വെച്ചാൽ 0 ആണ്, ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഗാമ n+1 എന്ന് വെച്ചാൽ n × ഗാമ n ആണ്. അങ്ങനെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. അടുത്ത JMN ഇൻ്റഗ്രൽ 0 to π/2 cos raised to m theta sin raised to n theta d theta prove that JMN is equal to ഇത്. ഇങ്ങനെ ഓരോന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ എന്താ? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമുക്കറിയാം എന്താ, ഒരു ഇൻ്റഗ്രലിന് ലിമിറ്റൊക്കെ ഉണ്ട്. ലിമിറ്റ് 2 നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 to 3 അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 4 to 8, ഇൻ്റഗ്രൽ -1 to 3, ഇൻ്റഗ്രൽ 0 to 2π, അങ്ങനെയൊക്കെ. അതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ ആ ഇൻ്റഗ്രൽ I = ഇൻ്റഗ്രൽ a to b f of x dx usually mean the definite integral f of x between the lower limit x = a and upper limit x = b. Now consider a special case where b tends to infinity. Then I is equal to integral a to infinity f of x dx. That is limit b tends to infinity integral a to b f of x dx. That is limit b tends to infinity f of b minus f of a, where f of x is the antiderivative of small f of x. അപ്പോൾ evaluate the integral I is equal to integral 0 to infinity x/x² + a² the whole square dx. അപ്പോൾ നമ്മുടെ f of x എഴുതി, x/x² + a² the whole raised to square. അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ ഇത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി x² + a² നമ്മൾ t എന്ന് വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത്? 2x dx, അത് dt ആണ്. x dx എന്ന് വെച്ചാൽ dt/2. അപ്പോൾ x dxൻ്റെ അവിടെ dt/2/t². അങ്ങനെ അത് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിനെ എന്താ പറയുക? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നല്ലേ. അപ്പോൾ ഇവിടെ ലിമിറ്റ് b ടെൻസ് ടു 0 ഈ വാല്യൂ ഇനസ് എഫ് ഓഫ് എ ആകുമ്പോൾ a² + a² 2a², അങ്ങനെയാണ് അത് വരുന്നത്. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഇനി ഏരിയ ഇൻ പോളാർ കോർഡിനേറ്റ്. The area under the curve enclosed by r equal to f of theta and the two radio vector theta equal to lambda and theta is equal to beta is given by a equal to 1/2 integral alpha to beta r² d theta. അപ്പോൾ ഏരിയ ഇൻ പോളാർ കോർഡിനേറ്റ് ചോദിച്ചാൽ ഈക്വേഷൻ പഠിക്കുക. a equal to 1/2 integral alpha to beta r² d theta. ഇതാണ് നമ്മുടേത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ ഏരിയ ഓഫ് സർക്കിൾ ഹൂസ് റേഡിയസ് എ. അപ്പോൾ റേഡിയസ് എ ആണ്, അപ്പോൾ r(a) ആണ്. തീറ്റ നമുക്കറിയാം 0 തൊട്ട് 2π വരെയാണ്. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്തോ a equal to 1/2 integral 0 to 2π a² d theta. അപ്പോൾ 1/2 a² കോമൺ എടുത്തു, അതായത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെളിയെടുത്തു. ഇനി ഡി തീറ്റയുടെ ഇൻ്റഗ്രൽ തീറ്റ ആണ്, ലിമിറ്റ് 0 to 2π. അത് കൊടുക്കുമ്പോൾ നമുക്ക് πa². അതല്ലേ യഥാർത്ഥത്തിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇനി എലിപ്സിൻ്റെ the equation in polar coordinates of an ellipse with semi major axis and semi minor axis are a and b respectively is
1 by rho square is equal to cos square 5 by a square plus sin square 5 by b square. Find the area of the ellipse. അപ്പം നമുക്ക് 5(1)നും 5(2)നും ഇടയ്ക്കുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, a is equal to 1/2 integral 5(1) to 5(2) rho square d theta d5. ഇവിടെ എലിപ്സ് ആകുമ്പോൾ 0 to 2π വരെ. അപ്പോൾ അങ്ങനെ എഴുതും. റോ സ്ക്വയർ നമുക്ക് 1 by റോ സ്ക്വയർ ആണെന്നേക്കുന്നത്, അപ്പോൾ 1/, ഇത് ചെയ്തു. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കിങ്ങനെ എഴുതാം, a സ്ക്വയർ ബി സ്ക്വയർ വെളിപ്പോയി, ഇതിങ്ങനെ കിട്ടി. ഇവിടെ നോക്കി cos square 5 കോമൺ എടുക്കുന്നു, അത് മേളിൽ പോകുമ്പോൾ sec square 5 ആണ്. ഇനി താഴെ എന്തോ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ടാൻ സ്ക്വയർ 5, ടാൻ 5ക്ക് തീറ്റ എന്ന് കൊടുത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. ചെയ്ത് ഇതിൻ്റെ ഏറിയ പൈ എ ബി, എലിപ്സിൻ്റെ ഏറിയ എന്തോ പൈ എ ബി ആണ്, അത് ഓർത്തോണം. ഇനി എസ്റ്റിമേറ്റ് ഇൻ്റഗ്രൽ യൂസിങ് ഇൻ്റഗ്രൽ ഇൻഇക്വാളിറ്റീസ്. Consider the function f of x, phi1 of x, phi2 of x such that phi1 of x less than or equal to f of x less than or equal to phi2 of x for all x in the range a less than or equal to x less than or equal to b. From this we can write, അപ്പോൾ നോക്കി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രലും ഇതേ രീതിയിൽ എഴുതാമെന്ന്. ഓക്കെ, ഷോ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ I equal to integral 0 to 1 by 1 plus x square plus x cube the whole raised to 1/2 dx lies between 0.8105 and 0.8814. അപ്പോൾ ഇവിടെ x എന്ന് വെച്ചാൽ 0 തൊട്ട് 1 വരെ. ഹിയർ x ഈസ് ഇൻ ദ റേഞ്ച് 0 ലെസ് ആൻഡ് x ലെസ് ആൻഡ് 1. അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ വരുന്ന ടേം ഏതൊക്കെയുണ്ട്? x സ്ക്വയർ ഉണ്ട്, x ക്യൂബ് ഉണ്ട്. അപ്പം നമ്മൾ 0യ്ക്കും 1നും ഇടയ്ക്കല്ലേ, അപ്പോൾ എക്സ് സ്ക്വയർ ആണോ എക്സ് ക്യൂബ് ആണോ വലുത്? എക്സ് സ്ക്വയറാണ് വലുത്. 1ൽ കൂടുതലാണെങ്കിൽ എക്സ് ക്യൂബ് വലുതാണ്, 1ൽ കുറവായതുകൊണ്ട് എക്സ് സ്ക്വയറാണ് വലുത്. അപ്പോൾ 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് ക്യൂബ് ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി ഈ ഇക്വേഷനെ 3 എടുത്തു, എക്സ് സ്ക്വയറും കൊണ്ട് ആഡ് ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 2x സ്ക്വയർ. ഇനി എന്തോ അടുത്തതെന്നറിയോ? എല്ലായിടത്തും ഒരു 1 ആഡ് ചെയ്യുന്നു, എന്നിട്ട് എല്ലായിടത്തും ഒരു പവർ 1/2 കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിയും, അതും ഇങ്ങനെ എഴുതി. ഇൻ്റഗ്രേറ്റിംഗ് വിത്തിൻ ദ ലിമിറ്റ് 0 to 1, എല്ലായിടത്തും ഇൻ്റഗ്രൽ 0 to 1 കൊടുത്തു. ഓക്കെ, ഇനി ഇവിടൊക്കെ എന്തോ ഇതിൻ്റെ അർത്ഥം എന്തോ റൂട്ട് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇക്വേഷൻ അറിയാം. അതിനാണ് പറഞ്ഞത് ആദ്യത്തെ പേജ് പറഞ്ഞത് ഇത് പഠിക്കണമെന്ന്. ഇൻ്റഗ്രൽ 1/√x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് വെച്ചാൽ ലോഗ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 + 2x സ്ക്വയർ ആണ്. ഇപ്പോൾ 2x സ്ക്വയർ പ്ലസ് 1 അതിനെ വേണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ 2 കോമൺ എടുത്ത്, അതായത് √2 കോമൺ എടുത്ത് ഈ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നടുക്കുള്ളതിനെ i എന്ന് വിളിച്ചു. ഇനി ലാസ്റ്റ് ഉള്ളത് ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ എന്തോ കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി എന്തോന്നറിയോ? ഇത് വാല്യൂ എടുത്താൽ മതി. 1ഉം 0ഉം ഒക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാന്ന് കിട്ടും. അത് ഇച്ചിരി ചെയ്യാനുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ. അതായത് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി, ഇറ്റ്സ് മീൻ വാല്യൂ അഥവാ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഈസ് എഫ് മീൻ അല്ലെങ്കിൽ എം ഓഫ് എഫ് എന്ന് വെച്ചാൽ 1/b - a ഇൻറ്റു ഇൻ്റഗ്രൽ a to b f of x dx ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find the average value of f of x is equal to x square minus 1 on the interval 0 to √3. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുക. എഫ് മീൻ ഈസ് ഇക്വൽ ടു 1/b - a ഇൻ്റഗ്രൽ a to b f of x dx. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്, ഇൻ്റഗ്രൽ എഴുതി. അപ്പോൾ ഇതനുസരിച്ച് എയും ബി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻ്റഗ്രൽ x³ / 3a - x ആണ്. ലിമിറ്റ് കൊടുത്തു.
അപ്പം 0 എന്ന് കിട്ടി. അപ്പോൾ ആവറേജ് വാല്യൂ 0 ആണ്. ഫംഗ്ഷൻ അസ്യൂം ദിസ് വാല്യൂ വെൻ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 0 ആണ്. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആവറേജ് വാല്യൂ 0 ആണ്. അപ്പോൾ ഈ വാല്യൂ ഈക്വൽ ടു 0 വരുന്ന എപ്പോഴാണ്? എക്സ് ഈക്വൽ ടു 1 അഥവാ എക്സ് ഈക്വൽ ടു -1 ആകുമ്പോൾ. ഇനി 0 തൊട്ട് √3 വരെ ഏതായിരിക്കുന്നത്? 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം എക്സ് ഈക്വൽ ടു 1 ആണ് അവിടുത്തെ. അതേപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ലെങ്ത് ഓഫ് ദ കർവിൻ്റെ ഇക്വേഷൻ. The total length s of the curve y equal fx between the points a and b, x equal to a, x equal to b, is given by s is equal to integral a to b root of 1 plus dy by dx the whole square dx ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Find the length of the curve y equal x raised to 3/2 from x equal to 0 to x equal to 2. അപ്പം y എഴുതി, dy by dx എഴുതി. ഇനി ഇക്വേഷൻ എഴുതുക. എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് വാല്യൂ എടുക്കുക. എയ്ക്ക് 0, ബിക്ക് 2, ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഇത്. അപ്പോൾ അതിൻ്റെ സ്ക്വയറൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടുന്നു. അതേപോലെ വേറെ ക്വസ്റ്റ്യൻ ആണ്, ഇതേപോലെ തന്നെ ചെയ്യണം. ലെങ്ത് ഓഫ് ദ കർവ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ നമ്മുടെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ചെയ്തില്ലേ ഫസ്റ്റ് മോഡ്യൂളിൽ, ആ രീതിയിൽ നമ്മളിത് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഴുതിയിട്ട് ഇക്വേഷൻ എഴുതി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു ജി വൈ എന്ന് പറഞ്ഞാൽ കർവാ തരുന്നതെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി റൂട്ട് ഓഫ് 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ ദ ഹോൾ സ്ക്വയർ ഡി വൈ ആണ് ചെയ്യുന്നത്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് ചെയ്ത് നോക്കണം. ഇതെല്ലാം ആ രീതിയിൽ ലെങ്ത് ഓഫ് ദ കർവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനൊന്നും ടൈമില്ല. ഇനി അതിൻ്റെ പാരാമെട്രിക് കോർഡിനേറ്റ് ഉപയോഗിച്ചാണെങ്കിൽ, അതായത് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്തെങ്കിലും തരുവാണെങ്കിൽ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 to T2 റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. ആ രീതിയിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് എക്സ് റൈസ് ടു 2/3 പ്ലസ് വൈ റൈസ് ടു 2/3 ഈക്വൽ ടു എ റൈസ് ടു 2/3. അപ്പോൾ അതിൻ്റെ ഒരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ ചെയ്തു. എന്നിട്ട് ഈ രീതിയിൽ ചെയ്യുന്നു കേട്ടോ. ആ രീതിയിൽ ഉത്തരം ചെയ്യുമ്പോൾ നമുക്ക് 6A എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 0 തൊട്ട് π/2 എന്നൊക്കെ എഴുതി. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫിഗർ നോക്കുമ്പോൾ ഈ 4 വര ഒരേപോലെ ഇരിക്കും. ആസ്ട്രോയിഡാണിത്. അപ്പോൾ ഒരു വരയുടെ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. അതുകൊണ്ടാണ് 0 തൊട്ട് π/2 വരെയുള്ള ചെയ്തിട്ട് ഇൻറ്റു 4 ചെയ്ത്. എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ, വൈ ഈക്വൽ ടു ടി ക്യൂബ്, ടി ഈക്വൽ ടു 0 തൊട്ട് ടി ഈക്വൽ ടു 1 വരെ. അപ്പോൾ അത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ലെങ്ത് ഓഫ് ദ പ്ലെയിൻ കർവ് ഇൻ പോളാർ കോർഡിനേറ്റ്. പോളാർ കോർഡിനേറ്റ് ആറിലും തീറ്റയിലും തരുന്നെങ്കിൽ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ θ1 ടു θ2 റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി തീറ്റ. അല്ലെങ്കിൽ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ R1 ടു R2, ഇത് ഡി തീറ്റയിലുള്ള, ഇത് ഡി ആറിലുള്ള, റൂട്ട് ഓഫ് 1 പ്ലസ് ആർ ഡി തീറ്റ ബൈ ഡി ആർ ദ ഹോൾ സ്ക്വയർ ഡി ആർ. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ചെയ്ത് നോക്കണം. പിന്നെ സർഫസ് ഓഫ് റെവല്യൂഷൻ ഉണ്ട്. അതായത് ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി 2πy റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതിൻ്റെ വിശദമായ വിവരണം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് MG യൂണിവേഴ്സിറ്റി ബേസിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതായത് സ്ലൈസിങ്, ഡിസ്ക് മെത്തേഡ്, വാഷർ മെത്തേഡ് ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിക്കാനും
നമ്മുടെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനും സർഫസ് ഏരിയ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളത്. ഞാൻ എൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുകൂടെ ഒന്ന് നോക്കി ഇത് ക്ലിയർ ആക്കണം. സർഫസ് ഏരിയ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്, വോളിയം ഓഫ് റെവല്യൂഷനും ഒക്കെ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഞാൻ മുമ്പേ പറഞ്ഞു. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ അത് ലോവർ ലിമിറ്റ് മാത്രമായിട്ട് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വരാം, അപ്പർ ലിമിറ്റായിട്ട് മാത്രം ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വരാം, രണ്ടും കൂടെ വരാം. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഉണ്ട്. അതായത് integral a to b f of x dx is said to be an improper integral if f of x does not exist at least in closed interval ab. abക്കകത്ത് f of x എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ 0 to 2 1 by x minus 1. ഇവിടെ എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 0. ഇവിടെ 0ക്കും 2നും ഇടയ്ക്കല്ലേ 1 കാര്യം പിടികിട്ടും. ഇവാലുവേഷൻ ഓഫ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണെങ്കിൽ if f of x does not exist at lower end a, എയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നത്, ഇൻ്റഗ്രൽ a to b f of x dxന് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 a പ്ലസ് ഡെൽറ്റ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. ഇനി ബിയിലാണെങ്കിൽ എന്തോ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 a ടു ബി മൈനസ് ഡെൽറ്റ. ഇനി രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പോൾ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, സി എന്ന് വെച്ചാൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ചെയ്യും. ഇൻ്റഗ്രൽ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് 0 എ ടു ഇൻ്റഗ്രൽ എ ടു സി മൈനസ് ഡെൽറ്റ പ്ലസ് ഇൻ്റഗ്രൽ സി പ്ലസ് ഡെൽറ്റ ടു ബി, ആ രീതിയിൽ ചെയ്യും. കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കണേ, കാരണം ഇതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് ആൻ ഇൻഫിനിറ്റ് ഇൻ്റഗ്രൽ ഓർ ആൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി കൺവേർജൻറ്റ്. എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഡൈവേർജൻ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കൺവേർജസ് എന്ന് പ്രൂവ് ദാറ്റ് കൺവേർജസ്, അല്ലെങ്കിൽ ഇന്ന വാല്യൂവിന് കൺവേർജ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്തു പറഞ്ഞേ, അതിനൊരു വാല്യൂ ഉണ്ടെന്നാണ് ചെയ്യേണ്ടത്. രണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടോ, ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. ആവറേജ് വാല്യൂവിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞു, ഇതാണ്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കണം. ഏറിയ അണ്ടർ ദ കർവ്, പോളാർ ഫോം, കാർട്ടീഷ്യൻ, പാരാമെട്രി ഫോം, അതെല്ലാം ഉണ്ട് കേട്ടോ. ലെങ്ത് ഓഫ് ദ കർവ്, സർഫസ് ഏരിയ കണ്ടോ, ലെങ്ത് ഓഫ് ദ കർവ് വരുന്നു. ഏരിയ ഓഫ് സർഫസ്, അതിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അതെല്ലാം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ ലിങ്കിൽ ഇട്ടേക്കാം, നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങളതൊന്ന് കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു.